എല്ലാ അർത്ഥത്തിലും ജനപ്രിയ നായകൻ. മഞ്ജു വാര്യരെ വിവാഹം കഴിച്ച ശേഷം ആളുകളുടെ ഇഷ്ടം കൂടിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അതിനുശേഷമാണ് ദിലീപ് എന്ന ജനപ്രിയ സൂപ്പർ താരത്തിൻ്റെ ഉയർച്ച സംഭവിച്ചത്. മലയാളി ചിരിച്ചു മറിഞ്ഞ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ, മീശമാധവനും കല്യാണരാമനും CID മൂസയും ചാന്തുപൊട്ടും ഉൾപ്പെടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ എത്രയോ സിനിമകൾ. ദിലീപിൻ്റെ ഏറ്റവും മോശം സിനിമകൾ പോലും ആളുകൾ കണ്ടുരസിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ചുരുക്കത്തിൽ മലയാള സിനിമയിലെ റിയൽ ജനപ്രിയ നായകൻ തന്നെയായിരുന്നു ദിലീപ്. സിനിമയിൽ നേട്ടങ്ങളുടെ പടവുകൾ കയറുന്നതിനോടൊപ്പം ദിലീപിൻ്റെ സ്വകാര്യ ജീവിതത്തിൽ എന്തൊക്കെയോ പുകയാൻ തുടങ്ങി. ഒടുവിൽ ദിലീപും മഞ്ജു വാര്യരും വേർപിരിഞ്ഞു. മലയാളി ഏറെ വൈകാരികതയോടെ ഏറ്റെടുത്ത വിവാഹമോചനമായിരുന്നു അത്. എന്നിട്ടും മലയാളികളുടെ മനസ്സിൽ ദിലീപ് എന്ന താരവിഗ്രഹത്തിൻ്റെ തിളക്കം ഒട്ടും കുറഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ അത് സംഭവിച്ചു. ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത സംഭവം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപും കുറ്റാരോപിതനായി. അറസ്റ്റും ജയിൽവാസവും ജാമ്യവും തുടർ സംഭവങ്ങളും ഉൾപ്പെടെ സിനിമകളെ വെല്ലുന്നതായി മാറി ദിലീപിൻ്റെ പിന്നീടുള്ള ജീവിതം. എന്നാൽ അപ്പോഴേക്കും ദിലീപ് എന്ന താരവിഗ്രഹത്തിൻ്റെ തിളക്കം അല്പം മങ്ങിയോ എന്ന് സംശയം. കുറ്റാരോപിതനായ ശേഷം ആദ്യം റിലീസ് ചെയ്ത രാമലീല ഒഴിച്ചാൽ മറ്റ് ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ കാര്യമായ ചലനമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ കോടതി തീരുമാനിക്കും. എന്നാൽ പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒരു ബിംബം ഉടഞ്ഞു എന്ന് വേണം കരുതാൻ. പവി കെയർടേക്കറാണ് ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രം. ഒരു ടിപ്പിക്കൽ ദിലീപ് ചിത്രമാണിത്. ചിത്രത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിൽ ഏറെ വൈകാരികമായാണ് ദിലീപ് സംസാരിച്ചത്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 28-29 വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി, അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച്, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കള്, അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ, എൻ്റെ എഴുത്തുകാര്, എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ, ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ. അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ നിങ്ങളെ, ഇത് എൻ്റെ 149ാമത്തെ സിനിമയാണ്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിപ്പിച്ചു. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ്. വർഷങ്ങളായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ദിലീപ് പറഞ്ഞത്. ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു. കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ദിവസവും കുറേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിൽക്കാൻ ഈ സിനിമ വളരെ അത്യാവശ്യമാണ്. കഴിഞ്ഞ 28-29 വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടെ വരെ എത്തിയ ആളാണ് ഞാൻ. സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടിയും, ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പോലും എന്നെ വിശ്വസിച്ച് സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, എഴുത്തുകാർ, അങ്ങനെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ഈ ഞാൻ. ഏറെ വൈകാരികമായി ദിലീപ് ട്രെയിലർ ലോഞ്ചിൽ പറഞ്ഞു. ഒരു കാര്യം വ്യക്തമാണ്, സിനിമയിൽ ദിലീപിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു വലിയ വിജയം ആവശ്യമാണ്.